ഹലോ നമസ്കാരം. RD മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു വണ്ടി ബിഗ്നേഴ്സ് എങ്ങനെ എടുക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഒരു വണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫ് ആവുക. അതിപ്പോൾ ഒരു കയറ്റത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി ഓഫായി കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ എടുത്ത് മുന്നോട്ട് പോകാം, അതിനേറ്റവും കംഫർട്ടായിട്ടുള്ള വേ ഏതാണെന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കയറ്റത്തിൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ക്ലച്ച് അമർത്തി ഗിയർ അപ്ലൈ ചെയ്തു, ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു പോക്കറ്റ് റോഡാണ് ഇത്. ഒരു കയറ്റം, മുമ്പിൽ വലിയൊരു കയറ്റമാണ്. അപ്പോൾ അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും വണ്ടി ഇതുപോലുള്ള കയറ്റത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു കയറ്റത്തിലൊക്കെ വണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് മുന്നോട്ട് ബാക്കോട്ട് വണ്ടി വരാതെ മുന്നോട്ട് എടുക്കാൻ പലർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്ന് ഒരു റിലാക്സ് മീൻസ് നമ്മൾ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് 2-3 ഓപ്ഷനാണ് നമ്മൾ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് തോന്നുന്നത് അത് നിങ്ങൾ എടുത്ത് പ്രാക്ടിക്കലാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വണ്ടി ഓഫ്, നമ്മളിപ്പോൾ ഈ ഒരു കയറ്റത്തിൻ്റെ മുകളിൽ വണ്ടി ഓഫായി. അപ്പോൾ അതിനുശേഷം ഞാൻ വണ്ടി ന്യൂട്രലാണുള്ളത്, ബ്രേക്കിലാണുള്ളത്. അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുക. ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് ഫുള്ള് ഹാൻഡ് ബ്രേക്ക് ഇട്ടു. അപ്പോൾ അതിനുശേഷം വണ്ടി നമ്മളെന്ത് ചെയ്യുക, ക്ലച്ചിൽ ഗിയറിലാണെങ്കിലും ഫസ്റ്റിലാണെങ്കിലും ന്യൂട്രലാണെങ്കിലും ഒക്കെ തന്നെ ക്ലച്ച് അപ്ലൈ ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ബ്രേക്ക് നമ്മളെന്ത് ചെയ്യും, ഹാൻഡ് ബ്രേക്ക് ഇട്ടത് നല്ല ടൈറ്റിൽ ഇട്ടത് കൊണ്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് നമ്മൾ കാലെടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റിലിട്ടു. നമ്മൾ സാധാരണ വണ്ടി എടുക്കും പോലെ തന്നെ നമ്മളെന്ത് ചെയ്യാണ്, ക്ലച്ച് റിലീസ് ചെയ്യുക, അതേപോലെ ആക്സിലേറ്റർ കുറച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മളിതാ റിലീസ് ചെയ്യാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന ചെറുതായിട്ട് റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് മെല്ലെ ഒഴിവാക്കുകയും അതേപോലെ ആക്സിലേറ്റർ കൊടുക്കുകയും ഒരുമിച്ച് ചെയ്യുമ്പോൾ വണ്ടി ഒരു തരി പോലും ബാക്കോട്ട് പോയിട്ടില്ല. വണ്ടി കറക്റ്റായിട്ട്, ഇത് വലിയൊരു കയറ്റാണ്, അപ്പോൾ വണ്ടി കറക്റ്റായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ഓഫായി. അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തു. പവറായിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടണം. അപ്പോൾ അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗിയർ അപ്ലൈ ചെയ്ത് ക്ലച്ച് മെല്ലെ റിലീസാക്കുക, അതേപോലെ ആക്സിലേറ്റർ കൊടുത്തു. അത്യാവശ്യം ഒരു പവറിൽ അങ്ങനെ കൊടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഒരു പവറായിട്ട് നിൽക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ടാണ് വണ്ടിയുടെ തള്ളലുണ്ടാവുക. അപ്പോൾ നമ്മളൊരു കയറ്റത്തിൽ കാര്യങ്ങളിലൊക്കെ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംവിധാനം അപ്ലൈ ചെയ്താൽ നമുക്ക് വണ്ടി ബാക്കോട്ട് ഒഴിയാതെ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ വേറെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്, അത് ഞാനൊന്നുകൂടിയും കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി ഓഫായി, ഒരു കയറ്റത്തിൽ ഓഫായി. അപ്പോൾ ഫസ്റ്റ് ഒരു ഓപ്ഷൻ നമ്മൾ കാണിച്ചു, അതിന് ശേഷം രണ്ടാമതൊരു ഓപ്ഷനാണ്. അപ്പോൾ വണ്ടി ഓഫായതിനു ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ന്യൂട്രലാണുള്ളത്, ന്യൂട്രലിന് ഫസ്റ്റിലിട്ടു. ഇപ്പം നമ്മളെ ഒരു കാല് ക്ലച്ചിലുണ്ട്, ഒരു കാല് ബ്രേക്കിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇട്ടിട്ടില്ല, ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇടാതെയാണ് നമ്മളിപ്പോൾ വണ്ടി മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ജസ്റ്റ് ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്യുക. കുറച്ചിങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ചെറുതായിട്ട് സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ ഇത് നല്ലോണം പക്ക കംഫർട്ട്, അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ആളുകൾ ഇത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തെങ്ങനെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്.
ഓക്കെ. അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സൗണ്ടിൽ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ നമ്മൾ ബ്രേക്കിലുള്ള കാല് കൊണ്ട് തന്നെ കാല് ഉപയോഗിച്ച് തന്നെ വണ്ടി എന്ത് ചെയ്യുക, ആക്സിലേറ്റർ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാ വണ്ടി മുന്നോട്ട് പോകുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ റോഡ് തന്നെയാണ്. വീടിൻ്റെ മുമ്പിൽ റോഡിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഒരു ക്യാറ്റുണ്ട്, അവിടെ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഓപ്ഷൻ കണ്ടു. 2 ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചു. എന്നിട്ട് ക്ലച്ച് റിലീസ് ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് അതേപോലെ ആക്സിലേറ്റർ കൊടുത്ത് ഒരുമിച്ച് ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുന്ന സിസ്റ്റവും, അതേപോലെ ബ്രേക്കും ആക്സിലേറ്ററും ഒരുമിച്ച് ചവിട്ടിക്കൊണ്ടുള്ളൊരു സംവിധാനവും ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ മൂന്നാമത്തേത്. ഇത് എല്ലാ വണ്ടിക്കും പ്രാക്ടിക്കൽ അല്ല. കാരണം പവറുള്ള വണ്ടിക്ക് ഇത് നമ്മൾ ഹാഫ് ക്ലച്ചിൽ വണ്ടി ഒരുപാട് മുന്നോട്ട് പോകും. ഏത് കയറ്റത്തിലായാലും വണ്ടി മുന്നോട്ട് പോകും. ഇതിപ്പോൾ നല്ല പവറുള്ളൊരു വണ്ടിയാണ്. താറാണ്, മഹീന്ദ്രൻ്റെ താറാണ്. ഇപ്പോൾ നല്ല പവറുള്ള ഇത്. ക്ലച്ച് ജസ്റ്റ് ഒഴിവാക്കിയാൽ തന്നെ, നമ്മൾ ബ്രേക്ക് ഒഴിവാക്കി ക്ലച്ച് ഒഴിവാക്കിയാൽ തന്നെ നല്ല വണ്ടി മൂവ് ചെയ്യും. ഏത് കയറ്റത്തിലായാലും, അത്യാവശ്യം വലിയ കയറ്റായാലും ഈ വണ്ടി മൂവ് ചെയ്യും. ഈ ചെറിയ വണ്ടികളെ നമ്മളിപ്പം അൾട്ടോ അതേപോലെ മാരുതി അങ്ങനെ ചെറിയ ഇഞ്ചൻ പവർ കുറവുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം വർക്കൗട്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിതിന് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കാതിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഉള്ളത് ആ കരുത്തിൻ്റെ മുകളിലാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇപ്പോൾ ബ്രേക്കുമേലും ക്ലച്ചുമാണുള്ളത്. അപ്പോൾ ഞാനിതാ ക്ലച്ച് മെല്ലെ ഒഴിവാക്കുകയാണ്. ക്ലച്ച് മെല്ലെ ഒഴിവാക്കി ആക്സിലേറ്റർ കൊടുക്കുന്നതല്ല, ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മുന്നോട്ട് പോവുകയാണ്. ആക്സിലേറ്ററിൻ്റെ മുകളിൽ ക്ലച്ച് ഒഴിവാക്കുന്നതിന് അതിൻ്റെ മുകളിൽ മാത്രമാണ് വണ്ടി ഇപ്പോൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് ഈ ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പവറുള്ള വണ്ടിക്ക് മാത്രമേ ഇത് നടത്തിയിരിക്കുന്നത്. ഹാഫ് ക്ലച്ചിൽ വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതെ എങ്ങനെ മൂവ് ചെയ്യിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു മഹീന്ദ്ര താർ വെച്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പല വണ്ടികളും പല പവറിലായിരിക്കും ഉണ്ടാകുക. ഈ ഒരു സംവിധാനം നിങ്ങൾ 800-ലോ ആൾട്ടോയിലോ അല്ലെങ്കിൽ CC കുറഞ്ഞ 1000-ലൊക്കെ കുറഞ്ഞ CCയിലുള്ള വണ്ടിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംവിധാനം പ്രാക്ടിക്കലാവില്ല. കാരണം വണ്ടി ഓഫായി പോകും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ ആക്സിലേറ്ററോടെയും കൂടെ കൊടുക്കണം. അതിന് കുറച്ചൊന്ന് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണോ അതിൻ്റെ CC കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ പവർ. അപ്പോൾ കോമൺ ആയിട്ട് ഇതെല്ലാവർക്കും ഈ ഒരു സംവിധാനം ഈ ഒരു ഹാഫ് ക്ലച്ച് ഒഴിവാക്കി വണ്ടി മൂവ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. പല യൂട്യൂബ് വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതൊരു പ്രാക്ടിക്കലായ വശം അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾ ഇടയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അത് ഈ ഒരു വണ്ടി താറാണ്, ഇതിൻ്റെ ഓഫ് റോഡ്, അതേപോലെ ഇതിൻ്റെ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടി ഓടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു ചാനലിൻ്റെ വിജയം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാണ്.